ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുട്ടാണ്. ഇത് നമുക്ക് 1 മിനിറ്റിൽ മാവ് കുഴച്ചെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ നല്ല സോഫ്റ്റായിട്ട് മാവ് കുഴച്ച് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്യാവുന്ന പുട്ടുണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പുട്ടാണ്. അപ്പോൾ അതിന് ഞാനിവിടെ വറുക്കാത്ത 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറ്, പിന്നെ ആവശ്യത്തിന് തേങ്ങ. ഇനി നമുക്ക് ഉപ്പ് കൂടെ വേണം. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് കുഴയ്ക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഈ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിൽ ചോറ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു മിക്സി ജാറിലോട്ട് ഗോതമ്പ് പൊടി 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 1 പ്രാവശ്യം അടിച്ചെടുത്തു. ഇനി നമുക്ക് കുറച്ച് നനവ് ആയിട്ടില്ല, കുറച്ച് ചോറ് കൂടെ ചേർക്കാം. ഇപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള നനവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ അതേ രീതിക്ക് കുറച്ച് മാവ് കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നനവ് കൂടിപ്പോയാൽ നമ്മൾ കുറച്ച് പൊടി കൂടെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പൾസ് മോഡിലിട്ട് എടുക്കണം. ഒരുപാട് മാവ് ഒന്നിച്ചിടരുത്. ആദ്യം ഞാൻ കാണിച്ച 1 കപ്പ് മാവ്, അതിന് ആവശ്യമുള്ള ചോറ് ഇട്ട് കൊടുത്ത് പൾസ് മോഡിലിട്ട് കുഴച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ ഒരു മോൾഡിൽ നിറച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മിക്സി ലെഫ്റ്റിലോട്ട് തിരിച്ചാണ് പൾസ് മോഡിലിട്ടാണ് എടുത്തത്. ഞാനിത് പൊടിക്കുന്ന ജാർ തന്നെയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ നമുക്ക് ഒട്ടും കട്ടകളില്ലാതെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റി. ഇപ്പോൾ ഞാനിത് കുക്കറിലാണ് വയ്ക്കുന്നത്. കുക്കറിൻ്റെ നോസിലിൽ നമുക്കിത് വെച്ച് കൊടുക്കാം. സാധാരണ പുട്ടുകുഴലിലും മാവ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതിന് സൈഡ് ഡിഷായി നമുക്ക് എന്ത് വേണമെങ്കിലും സാധാരണ നമ്മൾ പുട്ടിന് കഴിക്കുന്ന എല്ലാം തന്നെ ഇതിന് കഴിക്കാം. അപ്പോൾ ഞാനിവിടെ പപ്പടം എടുത്തിട്ടുണ്ട്, പഴമുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഏത് കൂട്ടി വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.